നമ്മൾ ഇനി തുർക്കിയിലെ ഏറ്റവും ദാരുണമായ സാഹചര്യം അതിൻ്റെ വാർത്തകളിലേക്ക് പോവുകയാണ്. തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഭൂമികുലുക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 8000 കടന്നിരിക്കുകയാണ്. തുർക്കിയിൽ മാത്രം 6000-ലധികം പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സിറിയയിൽ ഏതാണ്ട് 3000-ഓട് അടുത്തിരിക്കുന്നു ഈ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം എന്നതാണ് വാർത്ത. അതിൽ ചില സ്പോർട്സ് കായിക താരങ്ങൾ, പ്രധാനപ്പെട്ട താരങ്ങളുടെ മരണവും സംഭവിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സരുൺ എ ജോസ് ചേരുകയാണ്. സരുൺ, പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന വാർത്ത കരളലിയിപ്പിക്കുന്നതാണ്. കുഞ്ഞുങ്ങളുടെ രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആശ്വാസകരമായ വാർത്തകൾ, മറ്റ് മരണത്തിന് കീഴടങ്ങിയ പലരുടെയും ചിത്രങ്ങളൊക്കെയും. ഇപ്പോൾ 48 മണിക്കൂറും പിന്നിട്ടിരിക്കുകയാണല്ലോ. എന്താണ് സാഹചര്യം? ഇനി രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചുണ്ടോ? കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് ഇപ്പോഴും എന്നറിയുന്നു. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ചിത്രം? രേണുക, തുർക്കിയിൽ നിന്ന് മാത്രം, തുർക്കിയിലെ 10 പ്രവിശ്യകളിൽ നിന്ന് മാത്രം 3,38,000 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയെന്നാണ് തുർക്കി സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മരണസംഖ്യ തുർക്കിയിൽ മാത്രം 6,000 കടന്നിരിക്കുന്നു. സിറിയയിലെ മരണസംഖ്യ ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് 3000-ഓളം അടുക്കുന്നുവെന്നാണ് വിവരം. ഈ സർക്കാർ നിയന്ത്രിത മേഖലകളിലെ കണക്ക് മാത്രമാണ് വ്യക്തമായും സിറിയയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇദ്ലിബ് അടക്കമുള്ള വിമതർ കൈയടക്കിയിരിക്കുന്ന മേഖലകളിലെ കണക്കുകൾ ഇനിയും കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. സിറിയയിലെ 12 വർഷമായി യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സിറിയയിലെ സ്ഥിതി അതീവ ദാരുണമാണ്. കോളറ അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് സിറിയയിൽ ഇങ്ങനെയൊരു ഭൂകമ്പമുണ്ടായത്. സിറിയയിൽ വൈറ്റ് ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള രാജ്യാന്തര സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. തുർക്കിക്ക് സഹായവുമായി 70 രാജ്യങ്ങൾ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞെന്ന് തുർക്കിഷ് പ്രസിഡന്റ് റെസിപ് തയ്യിപ് എർദോഗാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തുർക്കിയിലെ 100ഓളം തുടർചലനങ്ങളാണ് തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് ശേഷം 100ഓളം തുടർചലനങ്ങളാണ് തുർക്കിയിലും സിറിയയിലുമായി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തീവ്രത 7 രേഖപ്പെടുത്തിയ 2 ഭൂചലനങ്ങളുണ്ടായി. തീവ്രത 6 രേഖപ്പെടുത്തിയ 3 ചലനങ്ങൾ തുടർചലനങ്ങളും തീവ്രത 5 രേഖപ്പെടുത്തിയ 20 തുടർചലനങ്ങളുമാണ് തുർക്കിയിലും സിറിയയിലുമായി ഈ തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് ശേഷം അനുഭവപ്പെട്ടത്. രക്ഷാപ്രവർത്തനം കാര്യമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ തുടർചലനങ്ങളാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. ഈ സിറിയയിൽ നിന്ന് ചില ആശ്വാസ വാർത്തകളും സിറിയയിൽ നിന്നും തുർക്കിയിൽ നിന്നും എത്തുന്നുണ്ട്. സിറിയയിൽ ഇന്ന് പുലർച്ചെ ഒരു കുടുംബത്തിലെ 6 പേരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. 4 കുട്ടികളും 2 മുതിർന്നവരും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് മണിക്കൂറുകൾക്ക് ശേഷം രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തിയത്. അതുപോലെ തന്നെ തുർക്കിയിലും പലയിടത്തു നിന്നും ഇപ്പോഴും തിങ്കളാഴ്ച പുലർച്ചെ നിലംപൊത്തിയ കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ നിന്നും നിരവധി പേരെ ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നുണ്ട്. തുർക്കിയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അതിന് പ്രാധാന്യം നൽകുന്നത് ജീവനോടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതാണ്. തുടരുക. ഇപ്പോൾ തുർക്കിയിൽ നിന്ന് വാണി നമുക്കൊപ്പം ചേരുകയാണ്. അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് അവരോട് ചെന്നേ ചോദിക്കാം. വാണി, ദുഃഖകരമായ വാർത്തകളും ചിത്രങ്ങളുമാണ് അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളുമുണ്ട്. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നിങ്ങളൊക്കെ സുരക്ഷിതരാണോ? ഞങ്ങളൊക്കെ സുരക്ഷിതരാണ്. ആക്ച്വലി ഞങ്ങൾ ഇസ്താംബുൾ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇപ്പോൾ സ്നോ ഫോളിംഗ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. അത് കഴിയുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ റെസ്ക്യൂ സെന്ററുകളിലേക്ക് മൊത്തം എന്താ പറയുന്നത് നെസസറി ഐറ്റംസ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സും അതുപോലെ പുതപ്പുകളും സോക്സുകളും ഒക്കെ ഞങ്ങൾ ഇസ്താംബുളിന്റെ ഓരോ പോയിന്റിൽ നിന്നും കളക്ട് ചെയ്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് അറിയാൻ പറ്റിയത് നമ്മുടെ ഒരു ഇന്ത്യൻ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നു ഗാസിയാന്തേപ്പില്. അപ്പോൾ ഫസ്റ്റ് എർത്തക്വേക്കിന് ശേഷം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവര് ഓക്കെ ആണ് എന്ന് മാത്രം ഒരു ഒറ്റ ന്യൂസേ ഉള്ളൂ. അവരെ കുറിച്ച് പിന്നെ ഒരു ന്യൂസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ നൈറ്റ് അവരുടെ നമ്മുടെ ഈ കോൺസുലേറ്റിന്റെ ഒരു അൺഒഫീഷ്യൽ വിമൻ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവര് റെസ്ക്യൂ സെന്ററിലേക്ക് മാറി. ആദ്യത്തെ ദിവസം ഫുള്ള് അവർ കാറിൽ തന്നെയായിരുന്നു. 1ാമത്തെ ദിവസം ഇന്നലെ അവർക്ക് റെസ്ക്യൂ സെന്ററിലേക്ക് മാറി. ടർക്കിഷ് ആൾക്കാരുടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടാറുണ്ട്, കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഈ കാലാവസ്ഥയ്ക്കപ്പുറം രക്ഷാപ്രവർത്തനം സജീവമായിട്ട് നടക്കുന്നുണ്ടോ? കാലാവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾക്കപ്പുറം അതിനുള്ള കഴിവ്, ശേഷി ഇപ്പോഴും തുർക്കിക്കുണ്ടോ ഇതിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള? ആക്ച്വലി ഈ പറഞ്ഞ നമ്മുടെ ഒരു കാറമാമറാഷ്, ഗാസിയാന്തേപ്പ്, ഹാത്തായ് പോലുള്ള ഈ അഫക്റ്റഡ് ഏരിയാസിൽ ലെവൽ 4
എമർജൻസിയാണ് ഇവിടെ ഗവൺമെന്റ് കോൾ ഔട്ട് ചെയ്തേക്കുന്നത്. അവർക്ക് അതായത് ലെവൽ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഹെൽപ്പ് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു എമർജൻസിയാണ്. ഇപ്പൊ നിലവിൽ നമുക്ക് ഒരുപാട് ടീംസ് ഫോറിൻ ടീംസും വരുന്നുണ്ട്, ഇന്ത്യ ഉൾപ്പെടെ. ആ സപ്പോർട്ട് കൊണ്ട് പ്ലസ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങി മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് പോയി വണ്ടി അത് ഓരോ പോയിന്റ് കളക്ഷൻ പോയിന്റും അതുപോലെ ഓരോ ഓരോ ജോയിനിങ് പോയിന്റ് ഉണ്ട്, അവിടെ നിന്നൊക്കെ കയറി ബസ്സിലും ഇതുകളിലും ട്രക്കുകളിലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് സപ്പോർട്ടിനായിട്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 8000 കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഇതുവരെ അറിഞ്ഞതിന്റെയൊക്കെ 8 ഇരട്ടിയോളം ഒക്കെ മരണസംഖ്യ ഉയർന്നേക്കാം എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ടായിരുന്നു. 20,000 കടന്നേക്കും എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? തീർച്ചയായിട്ടും, കാരണം ഈ രാവിലെ വെളുപ്പിനെയായിരുന്നു ഫസ്റ്റ് എർത്ത് നടന്നത്. അത് കാരണം തന്നെ ഉറങ്ങിക്കിടന്നവരും മറ്റും ഒരുപാടുണ്ട്. അപ്പൊ നമ്മളിപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ആ ബിൽഡിംഗ് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും ആൾക്കാർ കിടപ്പുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇവിടുത്തെ ന്യൂസുകളും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ ലോക്കൽ ന്യൂസുകളും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 48 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇനി ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയും, അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ രക്ഷാപ്രവർത്തനം നടക്കുന്നത്? നമുക്കത് പറയാൻ കഴിയില്ല. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ സ്റ്റിൽ ആൾക്കാർ ഒരു രീതിയിലും പിന്നോട്ട് മാറാതെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെയും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യ ഗ്രൂപ്പ് ഇന്നലെ തന്നെ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി സജ്ജമായി എത്തിയിരുന്നു. വിമാനം അവിടെ ലാൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടോ? അത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് മറ്റ് സഹായങ്ങൾക്കും ഉതകുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വരുന്ന ഗ്രൂപ്പുകളെയൊക്കെ അറേഞ്ച് ചെയ്ത് അവരവരുടെ കോൺസുലേറ്റുകളും മറ്റും എംബസികളും മറ്റും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. മീൻസ് ഇപ്പോ എന്താണ് പറയുന്നത്, ഫുഡ് ഐറ്റംസോ അതുപോലെ നെസസിറ്റി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ കോൺസുലേറ്റ് എംബസി വഴികളിലാണ് ചെയ്യുന്നത്. അതുപോലെ ടീമുകളെ അവരാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, റെസ്ക്യൂ ടീമുകളെ കോർഡിനേറ്റ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ശരി, വളരെ നന്ദി വാണി. തുർക്കിയിൽ നിന്നും വാണിയാണ് നമുക്കൊപ്പം സംസാരിച്ചത്. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ വളരെയധികം പ്രശ്നങ്ങൾ അതിനെ സൃഷ്ടിക്കുന്നു എന്ന വിവരം കൂടിയാണ് വരുന്നത്. സരുണേ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.